നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മുംബൈ സ്വദേശിയായ പെൺകുട്ടിയെ കോഴിക്കോട് ലോഡ്ജിൽ പീഡിപ്പിച്ച കേസിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘം പിടിയിൽ. മദ്യവർജന നയവുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മുംബൈ സ്വദേശിനിയായ പെൺകുട്ടിയെ കോഴിക്കോട് ലോഡ്ജിൽ പീഡിപ്പിച്ച കേസിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘം പിടിയിൽ. പ്രതികളായ ഷമീർ, ജാഫർ എന്നിവരെയാണ് സൌത്ത് ACP AK ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം താമരശ്ശേരിയിൽ നിന്നും പിടികൂടിയത്. മുംബൈ സ്വദേശിയായ പെൺകുട്ടിയെ കോഴിക്കോട്ടെ ലോഡ്ജിൽ പീഡിപ്പിച്ച സംഭവത്തിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘത്തിലെ 2 പേർ പോലീസ് പിടിയിലായി. എറണാകുളം കടവന്ത്ര സ്വദേശി ഷമീർ, മലപ്പുറം വയലത്തൂർ സ്വദേശിയായ ജാഫർ അലി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതി ഷമീർ കൊട്ടേഷൻ സംഘാംഗവും 100ഓളം കേസിലെ പ്രതിയുമാണ്. ഞായറാഴ്ച രാത്രി മഞ്ചേരി ഭാഗത്തുനിന്നും മൈസൂർക്ക് പോകുന്ന വഴിയിൽ താമരശ്ശേരി ചുരത്തിന് സമീപം വെച്ചാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്യുന്ന ദിവസം വരെ ഇവരെ ഫോളോ ചെയ്തിട്ടാണ് ഈ പ്രതികളെ കിട്ടിയത്. ദൈനംദിനമായിട്ടുള്ള അന്വേഷണം നടത്തിയ ശേഷമാണ് ഈ പ്രതികളെ ഞങ്ങളുടെ വലിയിൽ കിട്ടിയത്. ഇത് കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഒരു വിവരമില്ലായിരുന്നു. പക്ഷേ അതേ സമയത്ത് അവരുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഈ പ്രതികളുടെ ലൊക്കേഷൻ ഇങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഓരോ ദിവസങ്ങളും അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ മാറി മാറി വന്നു. ഞങ്ങൾക്ക് പിടിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. എറണാകുളത്തൊന്ന് വിവരം കിട്ടി അവിടെ ചെല്ലുന്ന സമയത്ത് പിന്നെ വരുമ്പോൾ വേറെ മൂവാറ്റുപുഴയായിരിക്കും, അതല്ലെങ്കിൽ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഇവർ മാറിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ ഷമീർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തും ബാക്കിയുള്ള ജില്ലകളിലേക്കായിട്ട് 100ഓളം കേസുകൾ പ്രതിയാണ്. കൊട്ടേഷൻ സംഘമുണ്ട്. പെൺവാണിഭ സംഘത്തിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ഷമീർ എന്ന് പറഞ്ഞാൽ. ഈ ഷമീറാണ് ഈ പെൺകുട്ടീനെ ഇവിടെ ലോഡ്ജിൽ കൊണ്ട് പീഡിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതലുണ്ടായിരുന്ന ലേഡി എന്ന് പറഞ്ഞാൽ നേപ്പാൾ സ്വദേശിയാണ്. അവരിതിൻ്റെ അകത്തെ ഒരു വിക്ടിമാണ്. അവരൊരു പെൺവാണിഭ സംഘത്തിൽപ്പെട്ട ആളാണ്. ഇതേ രീതിയിൽ കൊണ്ടുവന്ന് ഇവരെ ഈ കുട്ടീനെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അവരുടെ സംഘത്തിലല്ല, പക്ഷെ അവർ ഇതേ രീതിയിലുള്ള ഒരു പെണ്ണായിട്ട് ഒരു സ്ത്രീയായിട്ട് വന്ന് ഇവർ കൊണ്ടുവന്നതാണ്. അവരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഫോട്ടോയെല്ലാം ഞങ്ങളിലുണ്ട്. ഞങ്ങൾ ഉടനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കസബ CI ബാബു പെരിങ്ങത്ത്, O മോഹൻദാസ്, TP ബിജു, KR രാജേഷ്, MV അനീഷ്, VV അമീർ, MC ധനേഷ്, KT സുരേഷ്, നിഷ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മദ്യവർജന നയവുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. STU സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. STU സ്ഥാപക ദിന സമ്മേളനം ലീഗ് ഹൌസിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധനമാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപന നയമെന്നും മദ്യവർജന നയവുമായി സർക്കാർ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ പോലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊന്നുമല്ല, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും മദ്യാശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 വയസ്സുള്ള കുട്ടി വീട്ടിൽ വീട്ടിന്റെ ചുവറ്റിൽ വെച്ചിട്ടുള്ള ഒരു മദ്യം കഴിച്ച് മരണപ്പെട്ട പത്രത്തെല്ലാം വായിച്ചിട്ടാണ്. ഇവിടെ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവർക്ക് മാന്യമായ ജീവിതം കൊടുക്കുന്നതിന് അവർ അധ്വാനിക്കുന്ന അധ്വാനം കൊണ്ട് അവന്റെ കുടുംബം പോറ്റാനും അവന്റെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാനും കഴിയത്തക്കയുള്ള ചുറ്റുപാടുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അല്ലാതെ രാത്രി അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് മദ്യം കൊടുത്ത് അവരെ മയക്കിക്കിടത്തി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സംവിധാനത്തോട് തൊഴിലാളികൾക്ക് ഒരിക്കൽ യോജിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് 418 പേരെ സംബന്ധിച്ചിടത്തോളം CID റിപ്പോർട്ട് അനുസരിച്ചും സുപ്രീം കോടതി റിപ്പോർട്ട് അനുസരിച്ചും ഈ നിലവാരമില്ലാത്ത ബാറുകൾ തുറന്നു പ്രവർത്തിക്കരുത് എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനമെടുത്തത്. അഹമ്മദ് കുട്ടി ഉണ്ണികുളം അധ്യക്ഷത വഹിച്ചു. PKK ബാവ, MA റസാഖ് മാസ്റ്റർ, MC മൈനാജി, CT അഹമ്മദ് അലി, ഉമർ പാണ്ടികശാല തുടങ്ങിയവർ സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ചെയ്യുന്ന വിഡിത്തരം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് SLC പാസ് ഉയർത്തി, ഒരു ഭാഗത്ത് SLC പാസ് ഉയർത്തി 90. ഇനിയിപ്പോൾ എന്റെ അഭിപ്രായത്തിൽ അത് 100% വിജയശതമാനം നല്ലത്. നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടുമല്ലോ. ആ തരത്തോടുകൂടി കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു ഭാഗത്ത് ആ തോതിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ വലിയൊരു ഡെഫിസിറ്റ് വരുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് സംഭവിക്കുന്ന കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പുറത്തെ ഭാഗത്ത് സർക്കാർ 10 മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നു. 10 മെഡിക്കൽ കോളേജിന് 300 കോടി വെച്ചിട്ട് 3000 കോടി ഒരു മെഡിക്കൽ കോളേജിനുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണത്? ഡോക്ടർമാരെ വല്ല ക്ഷാമമുണ്ടോ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് 100 ഡോക്ടർമാരോട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എല്ലാ സ്ഥലത്തും തുടങ്ങാൻ പോകുന്നു. 3000 കോടി രൂപ അതിന് ചിലവാകാൻ പോകുന്നു. ആ 3000 കോടി രൂപയിൽ ഒരു 1000 കോടി രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെന്റ് സ്കൂളുകൾ നന്നാക്കുകയെ പുതിയ ഗവൺമെന്റ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്യും. SIO ജില്ലാ പ്രസിഡന്റ് ഷബീർ കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു. നയീം ചേളന്നൂർ, നയീം ഗഫൂർ, KV സഫീർ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരഞ്ഞിപ്പാലം CDA കോളനിക്ക് സമീപം മൊബൈൽ ടവർ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാരോപിച്ച് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ജനകീയ കമ്മിറ്റി അംഗം ബിജുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലം CDA കോളനിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമായാണെന്നാരോപിച്ചാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ധർണ ആരംഭിച്ചിരിക്കുന്നത്. ജനകീയ കമ്മിറ്റി അംഗം ബിജുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ വലിയ പ്രഗത്ഭരായ നിയമവിദഗ്ധന്മാരെ കൊണ്ട് ഹൈക്കോടതിയിൽ പോയി പോലീസ് സംരക്ഷണം മേടിച്ചു ഈ ടവർ നിർമ്മിക്കാൻ. അവര് കോടതിയിൽ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ നാട്ടിലെ ജനങ്ങൾ, ക്രിമിനലുകൾ, പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനും പ്രശാന്തിനെതിരെ ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ നാട്ടിലെ ആളുകൾ ക്രിമിനലുകളാണ്, അവരാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ക്രിമിനലുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്നാണ് റിലയൻസ് കമ്പനി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോലീസ് അന്വേഷിച്ചു, പോലീസിനോട് റിപ്പോർട്ട് വെച്ചു കോടതി പറഞ്ഞെന്താ? പോലീസ് എന്താ പറഞ്ഞത്? അവർ അങ്ങനെ കുഴപ്പക്കാരൊന്നുമല്ല, ഈ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന സാധാരണ സമാധാനകാംക്ഷികളായിട്ടുള്ള പ്രവർത്തകന്മാരാണ്. പോലീസ് കൊടുത്ത റിപ്പോർട്ടാ. അങ്ങനെ അതുകൊണ്ടാണ് ഹൈക്കോടതി ഇത് എന്താ ചെയ്തത്? നമ്മുടെ ദുർഭാഗ്യവശാൽ നമുക്ക് കോടതിയിൽ വക്കീലിന് നമുക്ക് ആ സമയത്ത് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ വളരെ ഒരു പൊതു ഇലക്ഷനേക്ക് നേരിടുന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം വൈകി. എന്നിരുന്നാലും നമ്മുടെ ഹൈക്കോടതി ഓർഡർ കൊടുത്തിരിക്കുക. പക്ഷെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താ പറയുന്നത്? ആ ഓർഡറിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണദാസ്, പ്രേംരാജൻ, റജിലേഷ്, വിനോദ്, കൌൺസിലർ കെ സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. UPA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരില്ലെന്നും തിരഞ്ഞെടുപ്പിന് മുമ്പേ തോൽവി സമ്മതിച്ചിരിക്കുകയാണെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ KGOA ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാർ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരില്ലെന്നും UPA തെരഞ്ഞെടുപ്പിന് മുൻപേ തോൽവി സമ്മതിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദി പോയ നരേന്ദ്രമോദി രാമനെ ശിവനെ അത് രാമനെ ഇത്തവണ ശിവനാണ്. ശിവന്റെ ചിത്രത്തിൽപ്പെട്ടാണ് മോദി ഗീത ഭഗവത്ഗീത പോലെ അതാത് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നേരത്തിന് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ മോദിയുടെ അവതാരത്തിൽ ആവശ്യമാണ് എന്നതിലേക്കുള്ള പ്രചരണം നടത്തുന്നു. ആ പ്രചരണം നടത്തിയിട്ട് മോദി ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിൽ പ്രചരണം നടത്തി അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയേക്കാൾ മുമ്പിലേക്ക് പ്രതിപക്ഷമായ BJPയുടെ ഏറ്റവും തീവ്രമായ തീക്ഷ്ണമായ വർഗീയത സൃഷ്ടിക്കുന്ന പ്രചരണ ഘോഷങ്ങൾക്ക് മേൽക്കൈ കിട്ടത്തക്ക രൂപത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UPA-ക്കാർ മുൻപ് KGOA ജില്ലാ പ്രസിഡന്റ് KM തോമസ് അധ്യക്ഷത വഹിച്ചു. K. ബേബി സുന്ദർരാജ്, PP സുധാകരൻ, M. മുരളീധരൻ, C. ശിവദാസൻ, PV രത്നാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കമ്പിളിപ്പറമ്പ് പാലത്തുംകണ്ടിയിൽ പുതുതായി നിർമ്മിച്ച ട്രാൻസ്ഫോമർ ഉദ്ഘാടനം നടന്നു. ഫറോക്ക് മേഖല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പിളിപ്പറമ്പ് പാലത്തുംകണ്ടി ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ഫറോക്ക് മേഖല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AEO ഷാജി തോമസ്,
പഞ്ചായത്ത് മെമ്പർ വെള്ളരിക്കൽ മുസ്തഫ, സെയ്തൂട്ടി ഹാജി, കുഞ്ഞുക്കോയ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനമേറ്റ കെ ശ്രീധരൻ നമ്പ്യാർക്ക് സ്വീകരണം നൽകി. എം രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി ചുമതലയേറ്റ ശ്രീധരൻ നമ്പ്യാർക്ക് സ്വീകരണം നൽകിയത്. ചടങ്ങിൽ പ്രസിഡന്റ് എം രാജഗോപാൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സതീഷ് ബാബു, മുൻ പ്രസിഡന്റ് പി സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ ഒരു സംരംഭം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇവർ വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന പാർട്ട് ഓഫ് തമിഴ്നാട്, പാർട്ട് ഓഫ് കേരള, മിക്ക സ്കൂളുകൾ ത്രൂ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ 100ഓളം ക്ലബ്ബുകൾ നമ്മൾ റോട്ടറി ഡിസ്ട്രിക്റ്റിലുണ്ട്. മുൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് നൽകുന്ന സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 9-ന് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. മന്ത്രി എം കെ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 9-ന് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. മന്ത്രി എം കെ മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓൾ കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മുൻ പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കുമുള്ള ഐഡന്റിറ്റി കാർഡ് സർക്കാർ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഉത്തരവ് പ്രകാരം ഉള്ള ഐഡന്റിറ്റി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, വിതരണത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മന്ത്രി എം കെ മുനീർ സാഹിബ് കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ച് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കാലത്തിൽ ജമീലയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകാം. അതിന് നമ്മുടെ ജില്ലയുടെ മുഴുവൻ എംഎൽഎമാരും ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ സംസ്ഥാനത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുൻ പഞ്ചായത്ത് മെമ്പർമാരും 2 പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പുതിയ അധ്യയന വർഷം മുതൽ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ നീക്കം. അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഈ മാസം 9-ന് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലാണ് അധ്യയന സമയത്തിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നത്. പുതിയ അധ്യയന വർഷം മുതൽ മാറ്റം നടപ്പിലാക്കാനാണ് നീക്കം. 8:30 മുതൽ 1:30 വരെയും 9 മണി മുതൽ 2 മണി വരെയും 2 സമയക്രമങ്ങളാണ് സർവകലാശാലയുടെ പരിഗണനയിലുള്ളത്. സമയം മാറ്റിയാലും അധ്യാപകർക്ക് 6 മണിക്കൂർ തന്നെ കോളേജിൽ ഹാജരായാൽ മതിയെന്നും വിദ്യാർത്ഥികൾക്ക് അധ്യയന സമയം 5 മണിക്കൂർ തന്നെയാകുമെന്നും അധികൃതർ പറയുന്നു. നേരത്തെ എത്തി അതനുസരിച്ച് നേരത്തെ മടങ്ങാമെന്നതും ഉച്ചഭക്ഷണത്തിനുള്ള 1 മണിക്കൂർ ഇടവേള കൂടി പഠനത്തിന് വിനിയോഗിച്ച് ഉച്ചയ്ക്ക് 1:30-ക്കോ 2 മണിക്കോ വീട്ടിൽ പോകാമെന്നതും നേട്ടമായി അധികൃതർ കാണുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രം നടപ്പാക്കുന്ന ഈ മാറ്റം എല്ലാ വശങ്ങളും പഠിക്കാതെ പെട്ടെന്ന് അംഗീകരിക്കാനാവില്ലെന്നാണ് ചില വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. വിഷയവുമായി ബന്ധപ്പെട്ട് 9-ന് അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുമായി അധികൃതർ ചർച്ച നടത്തും. സമയമാറ്റത്തിന്റെ നേട്ടം വിശദീകരിച്ചും ആശങ്കകൾ ഒഴിവാക്കിയും സമവായമുണ്ടാക്കാനാണ് യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം. ആരോഗ്യമേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിമുക്ത ഭടന്മാരുടെ സംഗമം ഈ മാസം 11-ന് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ആർമി മെഡിക്കൽ കോർപ്സ്, ആർമി ഡെന്റൽ കോർപ്സ്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നീ സേനാവിഭാഗത്തിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെ സംഗമം ഈ മാസം 11-ന് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു ബോധവൽക്കരണം ജനങ്ങളുണ്ട്. ഇത്തരം ഒരു സമൂഹം ഇവിടെ ഉണ്ട്. എല്ലാ തരത്തിലും പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കാറ്റഗറി ഇത്രയും വലിയൊരു സമൂഹം ഉണ്ടായിരുന്നിട്ടും നമുക്ക് അവരെ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി അല്ല, സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു. അല്ലാതെ മറ്റൊരു തരത്തിൽ ഒരു ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിൽ കൂടെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചല്ല. എങ്ങനെയാണ് ഇതിന് ചെയ്യുക? ആ ഗ്രാസ് റൂട്ട് ലെവലിൽ കൂടെ ഞങ്ങൾക്ക് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചെറിയ ലെവലിൽ നമുക്ക് ബോധവൽക്കരണം. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ നമ്മൾ പരസ്പരം കൊടുക്കും. പ്രത്യേകിച്ച് മഴക്കാലം വരാൻ പോകും. ഇപ്പം മഴയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ നമുക്കറിയാം. വരാൻ പോകുന്നതിന് മുമ്പ് ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ വൈറൽ ഫീവർ അല്ലെങ്കിൽ മങ്കി ഫീവർ, ഇങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങൾ. അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, എങ്ങനെയാണ് അത് ബോധവൽക്കരണം ചെയ്യാൻ പറ്റുക? ആ ജനങ്ങളുടെ ഒരു സർവേ രൂപത്തിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റും, അതിനൊരു തുടക്കം കുറിക്കുക, അത് ശക്തമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു സർവീസ് ആയിക്കൊണ്ട് തന്നെ ആ പ്ലേസ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കാറ്റഗറി ഞങ്ങളുടെ സമയത്ത് ആ ഒരു പ്ലേസ്മെന്റ് രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുക്കുക. AC ഷൺമുഖദാസ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ AC ഷൺമുഖദാസ് അനുസ്മരണ സമ്മേളനം ജൂൺ 27-ന് ടൗൺ ഹാളിൽ നടക്കും.
പരിപാടിയോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും സെമിനാറും നടക്കും. AC ഷൺമുഖദാസ് പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ AC ഷൺമുഖദാസ് അനുസ്മരണം ജൂൺ 27 ടൗൺ ഹാളിൽ നടക്കും. അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചർച്ചകളും സെമിനാറുകളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ വ്യതിരിക്തമായ സ്വഭാവവിശേഷങ്ങളുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. കോഴിക്കോടിന്റെ ഒരു 30-40 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതവുമായി ഷൺമുഖദാസിന്റെ രാഷ്ട്രീയം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്താനും അവ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹം ജീവിതകാലം മരിക്കുന്ന ദിവസം പോലും അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ശ്രീ CK ഗോവിന്ദൻ നായരുടെ ചരമദിനം ആയിരുന്നു. അതുപോലെ അന്തരീക്ഷമായ CH അദ്ദേഹത്തിന്റെ വീട് നടക്കുന്ന എൻഡോമെന്റ് ഉണ്ട്. ഇതൊക്കെ മുടങ്ങാതെ ഏറ്റെടുത്ത് നടത്താനുള്ള പരിമിതമായ ലക്ഷ്യങ്ങളോടുകൂടി പരിമിതമായ ലക്ഷ്യം കൊണ്ട് ഇപ്പം പറയുന്നു നമ്മൾ ആരംഭശൂലത്വം കാണിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം അങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. AK ശശീന്ദ്രൻ MLA, M മാലിക്കോയ, TN ശിവശങ്കരൻ, മുക്കം മുഹമ്മദ്, PJ കുഞ്ഞുമോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവജാത ശിശു മുതൽ വൃദ്ധർക്ക് വരെ ബാധിക്കാവുന്ന രോഗമാണ് പൾമനറി ഹൈപ്പർ ടെൻഷൻ എന്ന് ബേബി മെമ്മോറിയൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ രാജേഷ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപൂർവമെങ്കിലും നവജാത ശിശു മുതൽ വൃദ്ധരിൽ വരെ ബാധിക്കാവുന്ന മാരകരോഗമാണ് പൾമനറി ഹൈപ്പർ ടെൻഷൻ എന്ന് ബേബി മെമ്മോറിയൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ രാജേഷ് മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുരുക്കം ചില ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഹാർട്ടിന് വലതുവശത്താണെങ്കിലും പ്രഷർ കൂടുവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ പേരാണ് പൾമണറി പ്രഷർ ജാസ്തിയാവുക, പൾമണറി പ്രഷർ കൂടാനുള്ളത്. പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ. സാധാരണ പ്രഷർ കൂടുന്നത് സിസ്റ്റമിക് ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ഇത് വളരെ വിരളമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. പക്ഷെ എന്താ വെച്ചാൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സയും അത്ര ഇതായിട്ട് ഇല്ല. എങ്കിലും ഇപ്പം കഴിഞ്ഞൊരു 1-2 കൊല്ലമായിട്ട് പുതിയ പലതരം മരുന്നുകൾ ഇതിനു വേണ്ടിയിട്ട് പരീക്ഷിക്കുകയും അതിനുവേണ്ടി വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം അവരുടെ ആയുസ്സിന് ദൈർഘ്യം കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടന്നുവരുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറായേക്കാവുന്ന തരത്തിൽ ശ്വാസകോശത്തിന്റെ ധമനികളിൽ രൂപപ്പെടുന്ന അധിക രക്തസമ്മർദ്ദത്തെയാണ് പൾമനറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേരിലും കാഴ്ചയിലും കൗതുകമുണർത്തി കുലുക്കി സർബത്തിന് കോഴിക്കോട് ആരാധകർ ഏറെ. ആലപ്പുഴയിലാണ് കുലുക്കി സർബത്തിന്റെ തുടക്കം. കൊച്ചിൻ കുലുക്കി സർബത്ത് എന്നാണ് പേരെങ്കിലും കിഴക്കിന്റെ വെനീസിൽ നിന്നാണ് കുലുക്കി സർബത്ത് കോഴിക്കോടെത്തിയത്. ബീച്ചിൽ സായാഹ്നം ചെലവഴിക്കാനെത്തുന്നവർക്ക് കൗതുകമായി കുലുക്കി സർബത്ത് കോഴിക്കോടെത്തിയിട്ട് 3 മാസത്തോളമായി. ഇഞ്ചിയും പച്ചമുളകും നാരങ്ങയും പഴങ്ങളും പൊടിച്ച ഐസും സർബത്തും ചേർത്തുണ്ടാക്കുന്ന കുലുക്കി സർബത്തിന്റെ മിക്സിംഗ് ആണ് ഏറെ കൗതുകകരം. ആലപ്പുഴ പോയപ്പോൾ അവിടെ പരിപാടി കണ്ടിട്ട് അവിടെ നിന്ന് പഠിച്ചു വന്നാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് പച്ചമുളക്, ജിഞ്ചർ, കസ്കസ്, പിന്നെ പൈനാപ്പിള്, വത്തക്ക, പിന്നെ അതെല്ലാം കൂടിയും സർബത്തും. കോഴിക്കോട് പേര് കൊച്ചിൻ സർബത്ത് എന്നാണെങ്കിലും കൊച്ചിയിൽ കോഴിക്കോട് സർബത്താണ്. നാട് മാറുമ്പോൾ പേരും മാറുന്നു. പേര് മാറിയാലും ആരാധകർക്ക് കുറവില്ല. കുലുക്കി സർബത്ത് എന്ന പേരിലുമുണ്ട് ഒരു കൗതുകം. ചൂട് കനത്തതോടെ സർബത്തിനും ആവശ്യക്കാർ കൂടുതലായി. എത്ര കണ്ടാലും മതിയാവാത്തൊരു കൗതുക കാഴ്ചയായി കുലുക്കി സർബത്ത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രുചിയിലും ഒട്ടും പിറകിലല്ല കുലുക്കി സർബത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മുംബൈ സ്വദേശിയായ പെൺകുട്ടിയെ കോഴിക്കോട് ലോഡ്ജിൽ പീഡിപ്പിച്ച കേസിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘം പിടിയിൽ. മദ്യവർജന നയവുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്
KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.